വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഇപ്പൊ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള യുദ്ധം, അതിന്റെ ഗതി എന്താണ് എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് അറിയണം. രണ്ടാമത്തെ കാര്യം, ഈ ഐക്യരാഷ്ട്രസഭയിൽ ഇപ്പോ നല്ല ഒരു നീക്കം ഇന്ത്യ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇവിടെയുള്ള ആൾക്കാരെ, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആൾക്കാരെ വ്യാകുലപ്പെടുത്തുന്ന ഒരു വിഷയമാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഗർഭിണികളുടെയും മരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ചോദിച്ചിട്ടുണ്ട്, സ്ത്രീകളും കുട്ടികളും ഗർഭിണികളും മരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്നുള്ളത്. ആ ചോദ്യം നമ്മുടെ നാട്ടിലെ സ്ത്രീ, കുട്ടി, ഗർഭിണി സ്നേഹികൾ കാണുന്നില്ല. ഇന്ത്യ ചോദിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഗർഭിണികളുടെയും കാര്യമാണ്. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പാകിസ്ഥാൻ പതറുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. സുരക്ഷാ കൗൺസിലാണ് അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി ചോദ്യം ചെയ്തത്. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് തിങ്കളാഴ്ച സുരക്ഷാ കൗൺസിലിൽ പറഞ്ഞു, ഒരു വശത്ത് അന്താരാഷ്ട്ര നിയമത്തെയും ഇസ്ലാമിക ഐക്യത്തെയും കുറിച്ച് വലിയ വാചാലരാവുകയും മറുവശത്ത് വിശുദ്ധ റംസാൻ മാസത്തിൽ നിരപരാധികളായ ജനങ്ങൾക്കെതിരെ വ്യോമാക്രമണം നടത്തുകയും ചെയ്യുന്നത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരുതരം കാപട്യവും ഇരട്ടത്താപ്പുമാണ് എന്നാണ് ഇന്ത്യ പറയുന്നത്. ഈ ആക്രമണങ്ങളിൽ മരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. ഇത് ഏതൊരു രാജ്യത്തിന്റെയും പരമാധികാരത്തിന്റെയും UN ചാർട്ടറിന്റെയും നേരിട്ടുള്ള ലംഘനമാണ് എന്നാണ് പറയുന്നത്. ഭീകര സംഘടനകളെ ഉപയോഗിക്കുന്ന ഒരേ ഒരു രാജ്യം പാകിസ്ഥാനാണ് എന്നുള്ള നിലപാടുകളും എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഈ തീരുമാനം എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനിടയിൽ ഇന്ത്യയുടെ ട്രൂപ്സിനെ രഹസ്യമായി നീക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു യുദ്ധം ആസന്നമായിക്കൊണ്ടിരിക്കുകയാണ്, പതുക്കെ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ എന്നുള്ള വാർത്ത. അതിനിടയിലാണ് അഫ്ഗാനിസ്ഥാനെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് UN ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. പാകിസ്ഥാനാണെങ്കിൽ നാഴികയ്ക്ക് 40 വട്ടം പറയുകയാണ് അഫ്ഗാനിസ്ഥാന്റെ പിറകിൽ ഇന്ത്യയാണ്, അഫ്ഗാനിസ്ഥാന്റെ പിറകിൽ ഇന്ത്യയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇന്ത്യയുടെ ഈ പ്രസ്താവന എങ്ങനെ കാണും പാകിസ്ഥാൻ? ഇനി അടുത്ത പാകിസ്ഥാന്റെ പ്രസ്താവന എന്തായിരിക്കും? ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഒരു സമാപ്തി ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? ഇതിപ്പോ ഇന്ത്യ നടത്തിയത് ഒരു മികച്ച നീക്കം. അതായത് എനിക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും നട്ടലോടെ നിന്നിട്ടുള്ള ഒരു മാസ് മൂവ്മെന്റ് അതിപ്പോ ഇന്നലെ UN നടത്തിയ മാത്രമല്ല, ഈ അടുത്ത കാലത്തെല്ലാം അഫ്ഗാനിസ്ഥാന് വേണ്ടി ഐക്യരാഷ്ട്രസഭ ശബ്ദം ഉയർത്തുന്നത് ഇന്ത്യ മാത്രമാണ്. അത് അവരുടെ ഒരു ഡിമാൻഡും കൂടിയായിരുന്നു അഫ്ഗാനിസ്ഥാന്റെ. കാരണം അഫ്ഗാനിസ്ഥാന്റെ മുത്തക്ക് ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ കുറെ ഡിമാൻഡുകളിൽ ഒന്ന്, അഫ്ഗാനിസ്ഥാനെ തിരിച്ച് വീണ്ടും UN കയറ്റാൻ ഇന്ത്യ സഹായിക്കണം. നിലവിൽ അഫ്ഗാനിസ്ഥാന്, അതായത് ഈ താലിബാൻ പ്രതിനിധികളൊന്നുമില്ല, പഴയ അവരുടെ സർക്കാരിന്റെ ഒരു പ്രതിനിധി മാത്രമാണ് അവിടെ ഉള്ളത്. പുള്ളിക്ക് വലിയ വാല്യൂ ഒന്നുമില്ല, വോട്ടെടുപ്പിലൊന്നും പങ്കെടുക്കാൻ കഴിയില്ല. അപ്പം ഇന്ത്യൻ എംബസിയിൽ പഴയ സർക്കാരിന്റെ പ്രതിനിധികളുണ്ട്, അവരെല്ലാം മാറ്റി ഞങ്ങളുടെ ആൾക്കാരെ വെക്കണം. ഒപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഈ UN സംസാരിക്കാൻ ആളില്ല. സ്വാഭാവികമാണ്, ലോകത്തെ എല്ലാവർക്കും സംസാരിക്കാൻ മറ്റു ചില ഗോഡ് ഫാദർമാരുണ്ട്. അമേരിക്കയാണ് ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും ഗോഡ് ഫാദർ. പിന്നെ റഷ്യയും ചൈനയും പോലുള്ളവർ അവസാന നിമിഷത്തിൽ വീറ്റോ പവർ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ രാജ്യം എല്ലാവരുടെയും കൂടെ സഹായത്താലാണ് പലപ്പോഴും പല കാര്യങ്ങളും വീറ്റോ ചെയ്തു പോകുന്നത്. ചിലപ്പോൾ ഫ്രാൻസിന്റെ, ചിലപ്പോൾ റഷ്യയുടെ, ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ അമേരിക്കയും നമുക്ക് വേണ്ടിയിട്ട് നമുക്കെതിരെ വരുന്ന പ്രമേയങ്ങളെ വീറ്റോ ചെയ്തിട്ടുണ്ട്. അത് അമേരിക്കയുടെ താല്പര്യം കൂടെ പരിഗണിച്ചാണ് ഈ സ്ഥിരാംഗങ്ങളുടെ വീറ്റോ പവർ ഉള്ള രാജ്യങ്ങൾ. ഇവിടെ ഇപ്പോൾ സ്ഥിരമായി തന്നെ അഫ്ഗാനിസ്ഥാന് വേണ്ടി ശബ്ദം ഉയർത്തുന്ന ഇന്ത്യയാണ്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഇവിടെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ അതിർത്തിയിൽ ഏറ്റുമുട്ടുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാന് വേണ്ടിയിട്ട് ഐക്യരാഷ്ട്രസഭയിൽ ഇടപെടുന്നതും സംസാരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാന് സംസാരിക്കാൻ അവിടെ ആളില്ല. ആ ഒരു ഉത്തരവാദിത്തമാണ് ഇന്ത്യ ഏറ്റെടുത്തിരിക്കുന്നത്, അവർക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ മുൻപായിരുന്നെങ്കിൽ നമുക്കിത് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. നമ്മൾ എങ്ങും പെടാതെ ചേരുചേരാ നയമായിട്ട് ഇനി ഇരുന്നിട്ട് കാര്യമില്ല എന്ന് വ്യക്തമായതുകൊണ്ടാണ് നമ്മൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് ആദ്യം ഒളിഞ്ഞും പിന്നെ തെളിഞ്ഞുമുള്ള ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിക്കാൻ തുടങ്ങി. ആദ്യം UAE വഴി നമ്മൾ ബാക്ക്ഡോർ സംഭാഷണങ്ങളായിരുന്നെങ്കിൽ പിന്നീട് അത് വേണ്ട ഡയറക്റ്റ് സംഭാഷണങ്ങൾ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ പോയി. അവരുടെ മന്ത്രി ഇവിടെ വരുന്നു, നമ്മുടെ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അഫ്ഗാനിസ്ഥാനിൽ ചെല്ലുന്നു. ഇങ്ങനെ പോകുന്നു അതിന്റെ കാര്യങ്ങൾ. അപ്പം ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുമ്പോഴത്തേന് ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് കുറച്ചുകൂടെ അങ്കലാപ്പ് ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ്. കാരണം അഫ്ഗാനിസ്ഥാനിലെ വിഷയം ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ പോലെ ഒരു രാജ്യം അത് ഉന്നയിച്ചുകൊണ്ട് വരിക, ഇന്ത്യ അവർക്കൊരു പരസ്യ പിന്തുണ നൽകുക എന്നുള്ളത് നമ്മളിപ്പോൾ ആ വാർത്ത നൽകുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ശക്തമായി തന്നെ ഒരു ആക്രമണം അതിർത്തി പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ അനവധി സൈനികർ കൊല്ലപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ താലിബാന്റെ ഒരു കമാൻഡർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു. അതുപോലെ തെഹ്രീക്ക് താലിബാൻ ഖൈബർ പഖ്തൂൺ മേഖലയിൽ കനത്ത ആക്രമണം നടത്തുന്നുണ്ട്. ഇതൊരു വല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നം ഇന്ധന പ്രശ്നമാണ്. ഈ സമയത്ത് ഒരു വലിയ യുദ്ധം താങ്ങാൻ പാകിസ്ഥാൻ കഴിയുമോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം ഇന്ധനം ഈ യുദ്ധത്തിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതും കൂടി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും പെട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്.
ഈ ഒരു സാഹചര്യത്തിലാണ് അവർ ഭയക്കുന്നത് ഇന്ത്യ എന്തെങ്കിലും ഒരു കടുങ്കൈക്ക് മുതിരുമോ എന്ന്. അഫ്ഗാനിസ്ഥാൻ ആണെന്നുണ്ടെങ്കിൽ അമ്പിലും വില്ലിലും അടുക്കുന്നില്ല. ഇപ്പോൾ തുർക്കിക്ക് പിന്നെ ഇപ്പം അടിയിട്ടിട്ട് നിവർന്നു വയ്ക്കാൻ സമയമില്ല. കാരണം ഇറാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തോണ്ടിരിക്കുന്നതുകൊണ്ട് അവരിപ്പോ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല. ഇപ്പോൾ ഈ അഫ്ഗാനിസ്ഥാന്റെയും പാകിസ്ഥാന്റെയും വിഷയത്തിൽ ഇടപെടുന്ന രണ്ട് രാജ്യങ്ങൾ, ഒന്ന് മലേഷ്യയും മറ്റൊന്ന് ഇന്തോനേഷ്യയുമാണ്. അവര് ആണ് ഇപ്പോൾ കോംപ്രമൈസിന് ശ്രമിക്കുന്നത്. കാരണം ഒമാനൊന്നും ഇപ്പൊ സമയമില്ല. കാരണം അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ഈ ഇടപെട്ടുകൊണ്ടിരുന്ന രാജ്യങ്ങൾ ഒമാനും തുർക്കിയൊക്കെയായിരുന്നു. അവർക്ക് അടികിട്ടിട്ട് നിവർന്നു വയ്ക്കാൻ സമയമില്ല. അതിന്റെ ഇടയ്ക്ക് ഇവരുടെ പ്രശ്നം തീർക്കാൻ അവർക്ക് വരാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് മലേഷ്യയും ഇന്തോനേഷ്യയും ഇത് ഏൽപ്പിച്ചിരിക്കുകയും അവരിത് ചർച്ച നടത്തുകയും ചെയ്തെങ്കിൽ ചർച്ച എങ്ങും എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അത് പൊളിഞ്ഞടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം ഖാജ ആസിഫ് വീണ്ടും ഒരു പ്രസ്താവനയായിട്ട് വന്നിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ ഞങ്ങൾ വീണ്ടും വ്യോമാക്രമണം നടത്തുമെന്നുള്ളത്. അതായത് ഈ യുദ്ധം ഉടനെ അങ്ങ് തീർക്കണമെന്ന് എനിക്ക് തോന്നുന്നത്, ഈ ഇറാൻ അമേരിക്ക വാറില് ഈ അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇറാന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹെൽപ്പ് കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആക്രമണമായിട്ട് ഇതിനെ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാൻ കഴിയും. കാരണം ഈ ഇറാന്റെ ഒരു സപ്പോർട്ട്, പ്രത്യേകിച്ച് ഈ ഹോർമിസ് കടലും ചബാർ തുറമുഖങ്ങളൊക്കെ അടുത്ത് കിടക്കുന്ന, അതിനോടൊക്കെ ഈ ചബാർ തുറമുഖത്തിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യം കൂടിയാണ് അഫ്ഗാനിസ്ഥാൻ. അപ്പൊ അവിടെ നിന്ന് അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യാക്രമണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹെൽപ്പുകളോ ഇറാനും കിട്ടുകയാണെങ്കിൽ അത് ഇല്ലാതാക്കുക എന്നൊരു ശ്രമം കൂടി ഉണ്ടാകാമായിരിക്കാം ഈ ആക്രമണത്തിൽ. ഏതായാലും അതിനെയൊക്കെ തടയിട്ടുകൊണ്ടാണ് ഇന്ത്യയുടെ ഒരു മാസ് മൂവ്മെന്റ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ ഇങ്ങനത്തുള്ള വാർത്തകൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ഇറാൻ അമേരിക്ക യുദ്ധത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആരും ഇത്തരം വാർത്തകൾ ശ്രദ്ധിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വലിയ യുദ്ധത്തിന്റെ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു, അതിനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഉണ്ട്. ഒരുപക്ഷെ ഈ യുദ്ധം, ഈ ഇറാൻ അമേരിക്ക യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ അതിന്റെ ഒരു പരിണത ഫലമായിട്ട് തായ്വാനെ ചൈന അറ്റാക്ക് ചെയ്യാൻ യാതൊരു താമസവും ഉണ്ടാകില്ല. അതേസമയം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ വാറും ഉണ്ടാകും. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അതിനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് കൂടുതൽ വഷളാകാനേ സാധ്യതയുള്ളൂ. ഒന്നുകിൽ ഈ യുദ്ധം അവസാനിക്കുക. ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം നിർത്തുന്നതിന് വേണ്ടി പലരും ഇടപെട്ടെന്നിരിക്കുക. അല്ലാത്ത സമയത്ത് ഇതാരും ഇടപെടാൻ സാഹചര്യമില്ല. ഇത് എന്തായാലും ഇടപെടാനോ തടുപ്പിക്കാനോ ഇന്ത്യ തയ്യാറാകില്ല എന്നുള്ള കാര്യം മറ്റൊന്നാണ്. അത് മാത്രവുമല്ല, ഇന്ത്യയുടെ നിലപാട് കടുപ്പിക്കുകയാണ് ഓരോ ഘട്ടത്തിലും. ഇവിടെ വീണ്ടും ആ വിഷയങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിക്കുന്നതിലൂടെ ഇന്ത്യ ലോകത്ത് നൽകുന്ന ഒരു ക്ലിയർ മെസ്സേജാണ്. അതായത് അഫ്ഗാനിസ്ഥാനെ ചേർത്ത് പിടിച്ചു തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നതെന്നും ഒപ്പം പാകിസ്ഥാൻ നൽകുന്ന ഒരു മുന്നറിയിപ്പുമാണ്. അഫ്ഗാനിസ്ഥാനെ ഒരു പ്രതിസന്ധിയിലും ഞങ്ങൾ കൈവിടില്ലെന്നും അവിടെ നിങ്ങൾ നടത്തുന്ന നരനായത്തിനെതിരെ ഞങ്ങൾ ശബ്ദം ഉയർത്തുമെന്നും ഒരു ക്ലിയർ മെസ്സേജും കൂടെ അവിടെ കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ഇവിടെ രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ലോകത്ത് എവിടെ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ട കരഞ്ഞു വിഴുകുന്നവരുണ്ട്. അവരാരും തന്നെ ഇവിടങ്ങളിൽ നടക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും മരണത്തിലൊന്നും പറഞ്ഞു നമ്മൾ കേൾക്കുന്നില്ല. ഒടുവിൽ അഫ്ഗാനിസ്ഥാന് വേണ്ടിയെങ്കിലും ഇന്ത്യ രംഗത്തെത്തുന്നു എന്നുള്ളതും വിധിയുടെ ഒരു വൈപരീത്യമായിരിക്കാം. ഏതായാലും ഇതൊരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. നിലവിൽ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു യുദ്ധം തന്നെയാണ് അവിടെ നടക്കുന്നത്. ആ വാർത്തകളൊന്നും പുറത്തു വരാത്തത് ആ വാർത്തകൾക്ക് വലിയ റീച്ച് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. കാരണം അത് കൊടുക്കാൻ മാധ്യമങ്ങൾക്ക് വലിയ താല്പര്യമില്ല. കാരണം വലിയൊരു യുദ്ധം ഇപ്പൊ നമ്മളുടെയൊക്കെ പത്രത്തിന്റെ പേജുകൾ തന്നെ പരിശോധിച്ചാലോ ഇല്ല ചാനലിന്റെ വാർത്തകൾ തന്നെ പരിശോധിച്ചാലോ നമുക്കറിയാം, അതിന്റെ ഒരു വലിയ സ്പേസ് തന്നെ ഇറാൻ, മിഡിൽ ഈസ്റ്റ്, അമേരിക്ക വാറിലേക്ക് തിരിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പൊ അവിടെ ഇതിന്റെ ഇടയ്ക്ക് ലോകത്ത് നടക്കുന്ന, ഇതിന്റെ ഇടയ്ക്ക് തായ്വാനിലേക്ക് ചൈന ഒരു വലിയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അവരുടെ യുദ്ധവിമാനങ്ങൾക്ക് കൂടുതലോട്ട് വിന്യസിക്കുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ലോകം മുഴുവൻ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പൊ കുറച്ചുകൂടെ സേഫായിട്ട് നിൽക്കുന്ന ഒരു രാജ്യം റഷ്യയാണെന്ന് തോന്നുന്നു. അവരുടെ അടുത്തോട്ട് ഇപ്പൊ ആരുടെ ശ്രദ്ധയില്ല. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുകയുണ്ടായി, റഷ്യ ഉക്രൈൻ യുദ്ധമൊന്നും ഈ അടുത്ത കാലത്ത് തീരുന്ന വിഷയമേ ഇല്ല, ഇനി അതിനകത്ത് ഇടപെടാനും താനില്ല എന്ന് പറയുന്നു. ഉക്രൈൻ ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഇപ്പൊ ഈ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ വലിയ രീതിയിൽ ഉക്രൈനെ ആയുധം കൊടുത്ത് സഹായിക്കുന്നില്ല. കാരണം അവരുടെ തടി രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ആയുധങ്ങൾ സംഭരിക്കുന്ന തിരക്കിലാണ്. അതിനിടയിൽ ഉക്രൈന് ഈ ആയുധങ്ങൾ കൊടുത്ത് ഹെൽപ്പ് ചെയ്യാൻ ഒരു താല്പര്യം അവർക്കുമില്ല. ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രതിസന്ധി, ഒരു വല്ലാത്ത പ്രതിസന്ധി തന്നെയാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ ഈ മൂവ്മെന്റ് ശ്രദ്ധേയകരമാകുന്നത്.